സേലത്താനായി 3:30 രാവിലെ. പല്ലേച്ചു. പണ്ടെല്ലാം രാവിലെ 3:30 സമയമാകുമ്പോൾ കോഴി പോകുന്ന സമയത്താണ് ആൾക്കാർ എഴുന്നേറ്റത്. ഇന്നത്തെ കോഴി എല്ലാം 3:30 ആകുമ്പോൾ ഉറങ്ങുന്ന സമയമായിരിക്കും, ഉറങ്ങാൻ കിടക്കുന്ന സമയം. ഈ സമയത്ത് എഴുന്നേക്കണമെന്നാണ് 3:30 3:45 സമയത്ത്. ഈ സമയത്ത് എഴുന്നേറ്റാൽ അത് നല്ല എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണെന്ന് പറഞ്ഞതാണ്. എത്തി, സേലത്തെത്തി. എൻ്റെ വണ്ടി ഇതാ മംഗളൂർ പുതുച്ചേരി കൊണ്ടിറക്കിയതല്ലോ. ഞാനെന്തായാലും ഇപ്പോൾ കൃത്യസമയത്തൊന്നും കൊണ്ടിറക്കിനെ. ഞാനെന്തായാലും കുറച്ച് സമയം ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ എന്തിനോ വെയിറ്റ് ചെയ്തിരിക്കാം വെറുതെ. എന്തായാലും എനിക്ക് അധികാരമുണ്ടല്ലോ അപ്പർ ക്ലാസ്സിൽ വന്നുകൊണ്ട് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാമെന്ന്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് പോവാം. 4 മണി അതില്ലല്ലോ, പുറത്ത് ബസ്സെല്ലാം വരണേ. ചെറുങ്ങനെ മഴയുണ്ട്. എനിക്ക് പുതു ബസ് സ്റ്റാൻഡിലോട്ട് വരണം. എന്തായാലും വെയിറ്റിംഗ് റൂമിൽ കയറിയിട്ടാവണ്ടെന്ന് വെറുതെ കയറി. വെയിറ്റിംഗ് റൂമിൽ നിന്ന് കഴിഞ്ഞ് മെല്ലെ പോന്ന്. നമുക്കിങ്ങനെ അധികം വെയിറ്റ് ചെയ്തൊന്നും സമയമല്ല, നമ്മൾ നേരത്തെ അങ്ങ് ചെല്ലണം. അതാണ് നമ്മളുടെ സ്വഭാവം. വിശ്വമിക്കോറവിടെ വന്നിട്ടുണ്ടാവും. റൂം എടുത്ത് തരാമെന്ന് പറഞ്ഞിനി. സേലത്തിൻ്റെ ട്രെയിൻ സബ്വേ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇതെങ്ങനെ കാണുന്നു? 3:82. ഇതിൻ്റെ സ്ക്രീൻ പോയത് വലിയ ബുദ്ധിമുട്ടായല്ല. ചെറിയൊരു ലൈൻ വീണിട്ടുണ്ട് ക്യാമറയുടെ അടുത്ത്. അതാണ് ഇങ്ങനെ ലൈറ്റ് ഉള്ളതാണ്. രാവിലെ 4 മണിയായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുണ്ട്. ഞാൻ ഓട്ടോറിക്ഷ എടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. ബസ്സുണ്ട്. ഗുഡ് മോർണിംഗ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി പലഹാരം കഴിക്കണം. അപ്പോഴേക്ക് അവൻ വരും, വിശ്വനും ശ്രീത്തും വരും. ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് കുറച്ച് നടന്നു പോകേണ്ട ദൂരമല്ലോ. അപ്പോൾ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെന്നാലും ഒന്ന് പലഹാരം കഴിക്കട്ടെ. താഴെ നല്ലൊരു വെജ് ഹോട്ടലുണ്ട്. എന്തിനാ വിളിച്ചതറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയോ അവന് മാർക്ക് കുറഞ്ഞ് പഠിക്കാൻ വരാണ്ട് എന്താ മനസ്സിലാവാതെ വിഷമിച്ചിട്ടാകുമ്പോൾ എന്നെ വിളിപ്പിച്ചിട്ട് ഒരു കൗൺസിലിംഗ് എല്ലാം നടത്തിന് മാഷന്മാർ. നമ്മൾ വെറുതെ നോക്കിയതില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം എന്താന്ന് പ്രശ്നം അറിയില്ല. പോയി നോക്കാട്ട്. വിശ്വനും ഉണ്ടിടുന്നു. വിശ്വനും എൻ്റെ ശ്രീനത്തിൻ്റെ അമ്മ വേലച്ചെടുത്ത വിശ്വൻ. ഇവിടെ നല്ലൊരു വെജ് ഹോട്ടലുണ്ട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ തന്നെ. നല്ല രസമാണ്. ഏറ്റ ഭക്ഷണം കഴിച്ചേക്കാം. അത് പറ്റും. സേലം പൂരി നല്ല ഫേമസ് ആണ് സേലത്ത്. ഈ ഹോട്ടൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ സേലത്തിൽ ഇങ്ങനെയാണ്. ബസ് കയറി അപ്പം പാട്ട് വെക്കും. ഇവിടെ സെക്യൂരിറ്റി ക്യാമറ ഉണ്ട്, എല്ലാം ഉണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. നല്ല രസമാണ്. ഒരു 6 രൂപ കൊടുത്താൽ നമ്മൾ VTU സേലത്തെത്താം. VTU സേലം എത്തിയിട്ടുണ്ട്. നല്ല വിശാലമായ ക്യാമ്പസ്. പാർക്കിംഗ് സ്ലോട്ടെല്ലാം കാണണം, അത്രയും ഉണ്ട് അറിയാം. എന്തായാലും ഇപ്പം ഷിന്നി തടക്കാത്ത് കാണുന്നുണ്ടായിരുന്നു, വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോയേക്കാം. കണ്ടില്ലേ ഹംസങ്ങളെ കണ്ടില്ലേ? ഹംസത്തിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു ഒട്ടകവും ഉണ്ട്, ഒരു കുളവും. നല്ല രസമുണ്ട്. ഈന്തപ്പനേൻ്റെ വെറൈറ്റിയിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതിൽ പനയിലെന്തെങ്കിലും പിടിച്ചാൽ പറിക്കാൻ എളുപ്പമുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതേ സമയം പോകുന്നില്ലെങ്കിൽ ഇതിങ്ങനെ ഉരുളും ഇരുന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ മലക്കം മറിയാനുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ. നല്ല രസമുണ്ട് ഇതെല്ലാം. വിശാലമായ ക്യാമ്പസ്. എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യങ്ങളുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രം കണ്ടുവരുന്ന ഒരുതരം മരവർഗ്ഗമാണിത്. മരവേപ്പ് എന്ന് പറയും. ക്യാമ്പസിൽ തന്നെ ഉണ്ട്. കഷായം വെച്ച് കുടിക്കാൻ നല്ലതല്ല പനിയും ജലദോഷം വരുമ്പോൾ. ഇത് കാണുന്നില്ലേ എന്ത് രസമുണ്ട് ക്യാമ്പസ്. മൊത്തം പച്ചപ്പന്നെ. എന്ത് രസമാണ്. പഠിക്കാത്തവന് ഇരുന്ന് പഠിച്ചു. അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടില്ലേ. പരിപാടികൾ തീർന്നു.
എന്ത് സന്തോഷം. നമ്മൾ ശ്രീനിത്തുണ്ടല്ലോ, അവന് ഇപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമസ്റ്റർ വരുമ്പോൾ അവന് കുറച്ച് എക്സാമൊക്കെ കുറച്ച് കഷ്ടപ്പാടായിട്ട് ഒരു വിഷമിച്ച് നിന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ലേ. അവനിപ്പോൾ അതെല്ലാം പഠിച്ച് നന്നായി പരീക്ഷയൊക്കെ എഴുതി നന്നായി മനസ്സിലാക്കി ഇതൊക്കെയാണെന്ന്. അപ്പോൾ അവനൊരു ഒരു 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 തുടക്കം കുടിക്കാൻ തീരുമാനിച്ചു. അവനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പോലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് VTU സേലത്തിലെ ക്രിയേറ്റീവ് ക്ലബ് എന്ന് പറഞ്ഞിട്ട്. ഊണഴിച്ചു. നല്ല 120 രൂപയുടെ ഭക്ഷണം, 7 കറികൾ. അപ്പോൾ ശ്രീനിത്ത് നല്ലൊരു സ്റ്റാർട്ടപ്പാണ് തുടങ്ങിയ ചോന്. 2ാം സെമസ്റ്ററിൻ്റെ ലീവ് കഴിഞ്ഞ് നാട്ടിൽ പോവാതെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല പരിപാടി. സാധാരണ എല്ലാ മലയാളി കുട്ടികളും ഒരു 10 ദിവസം ലീവ് കിട്ടിയാൽ ഉടനെ നാട്ടിലോട്ട് ഓടിയാകുന്ന പരിപാടി. നാട്ടിൽ ചെന്ന് എന്താ പരിപാടി അറിയില്ല. കൃഷി ഉണ്ടെങ്കിൽ ഓക്കെ, കൃഷിയില്ലാത്തവരെന്താ ചെയ്യുന്നറിയില്ല. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ മാതാപിതാക്കൾ, പാരൻസ് അവരെ നിർബന്ധിച്ച് വരാൻ പറയും. അവർക്ക് കുട്ടികളെ കാണണമല്ലോ. പക്ഷേ അവരൊക്കെ 18 വയസ്സ് കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സസ് ചേർന്ന കുട്ടികളല്ലേ. അവരൊക്കെ ഒന്ന് സ്വന്തമായിട്ട് അവർ ഒന്നുകിൽ ഇങ്ങനെ എല്ലാം സ്റ്റാർട്ടപ്പ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യാനോ കമ്പനികളിൽ ചെന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനോ ഇതിനൊന്നും ആരും പ്രോത്സാഹിപ്പിക്കുന്ന കാണില്ല. ഫാക്കൽറ്റീസ് പറഞ്ഞാൽ തന്നെ കുട്ടികൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. പാരൻസ് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എപ്പോഴാണ് ലീവ്, ഒരു 4 ദിവസം ലീവ് ഇപ്പോൾ കിട്ടും, അതിനോട് ഒരാഴ്ച കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ലീവ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പാരൻസ് വിളിച്ച് പറയുന്നത്. എൻ്റെ കൂട്ടുകാർ പ്രൊഫസർമാരൊക്കെ പറയുന്നു. അപ്പോൾ ശ്രീനിത്ത് ചെയ്ത പരിപാടി, തുടങ്ങി വെച്ച സംരംഭം എന്തായാലും ഒരു തുടക്കം. അവനൊരു ഉദ്ദേശം തോന്നിയല്ലോ ഇങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങാമെന്ന്. എന്തായാലും അവനിപ്പോൾ അവൻ്റെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. തുടക്കത്തിൽ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും തുടക്കം ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺസെപ്റ്റുകളും പിന്നെ അതുപോലെ അവന് പല കോളേജിൻ്റെയും വർക്ക് പിടിക്കാൻ പറ്റും. ഒരിക്കലും ഇവൻ്റെ വർക്ക് ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്, നല്ലതുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല ഓർഡർ കിട്ടാൻ സാധ്യതയുണ്ട്. തിരക്കിടില്ലാതെ തന്നെ ഒരു എൻ്റർപ്രനർ ആവാൻ സാധിക്കും. അപ്പോൾ നല്ല പരിപാടി. ഇതിന് ചേരാൻ പറ്റിയൊരു സന്തോഷം. അവന് ശരിക്കും പറഞ്ഞാൽ അത് വലിയ നടന്മാരൊക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കായിരുന്നു. എന്നെ വിളിച്ചു. അതെന്തോ എന്നോടുള്ളൊരു സ്നേഹം കൊണ്ട്, ഇല്ല എൻ്റെ അഭിനയ തികവ് കണ്ട് മനസ്സിലാക്കിയതുകൊണ്ടോ അറിയില്ല. നല്ലോണം തികഞ്ഞിനെയാണ്. ഇപ്പോൾ വയറലോന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഉറങ്ങിയേക്കാം. റൂം തന്നിട്ടുണ്ടല്ലോ. എനിക്ക് വണ്ടി വൈകുന്നേരം 9 മണിക്കാണ്. അപ്പോൾ ശരി, ഞാൻ വീണ്ടും എൻ്റെ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് ബാക്കി പരിപാടി. ചെക്കനൊരു ബുക്ക് വാങ്ങിക്കാൻ പറഞ്ഞ എൻ്റെ മോനെ ഇന്ത്യൻ നോളജ് സിസ്റ്റം എൻ്റെ സേലത്ത് രാവണേശ്വരം പബ്ലിഷേഴ്സ്. ആ സ്ഥലത്ത് എല്ലാം കിട്ടും. എല്ലാം വിവരത്തിൻ്റെ ഭണ്ഡാരം അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന എല്ലാ ബുക്കും ഉണ്ട് അതിനകത്ത്. തിരിച്ചിട്ട് റൂമിലെത്തി. നല്ല സെൻസറിലെല്ലാം ഇതാണ്. അപ്പോൾ പിന്നെ അപ്പോൾ ആ ബുക്കും കൊണ്ട് തിരിച്ചിപ്പോൾ റൂമിൽ കയറിയല്ലോ. ഇത് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നാണ് ഇതിൻ്റെ പേര്. ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇത് തന്നെയാണ് എൻ്റെ മോനെ വാങ്ങാൻ പറഞ്ഞത്. തോന്നുന്നു. അപ്പോൾ ആർക്കെങ്കിലും വല്ല വിജ്ഞാനം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ സേലത്ത് രാവണീശ്വരം പബ്ലിഷേഴ്സ് എന്നിട്ടൊരു വലിയൊരു കടയുണ്ട്. വലിയ കടയാണ്. അവിടെ ചോദിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സാധനം ഇവിടെ നിർത്തുന്നത് ഒരു ശ്ലോകം ഇപ്പോൾ ചൊല്ലും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കഥയോടനുബന്ധിച്ചിട്ട്. അപ്പോൾ ഇതൊരു 4 പാർട്ടായിട്ടാണ് വന്നിന്. അപ്പോൾ 4 പാർട്ട് നിങ്ങൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ആദിതനുശാസനാം ശ്രീണാം പുനരവതരണം കർത്തവ്യം പ്രചോദന പരാശ്ചയാത്രാർത്ഥ ക്രിയാപ്രധാനം വിദ്യാഭ്യാസം നയേ.